നിറവിലേക്ക് സ്വാഗതം. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ ഈ കുളിരുള്ള രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റു പിറന്ന ഉണ്ണി യേശുവിനെ ഓർക്കുന്നതിനോടൊപ്പം നിറവും അതിന്റെ ആഘോഷങ്ങൾ തുടരുകയാണ്. ഫാദർ ജോൺ പോൾ OICയുടെ ഗാനത്തോടെ നമുക്ക് നിറവാരംഭിക്കാം. പെയ്യും നിശീതിനിൽ നീഹാരം പൊഴിയുന്ന ശീതരാവിൽ നിലാവു പെയ്യും നിശീതിനിൽ നീഹാരം പൊഴിയുന്ന ശീതരാവിൽ ബേത്ലഹേമിൻ്റെ ആകാശവീഥിയിൽ ആരെയ താരകം നോക്കി നിന്നു മതിവര കണ്ണിമയ്ക്കാതെ നിന്നു നിലാവു പെയ്യും നിശീതിനിൽ. ലബനോന്റെ കാരകിൽ ചില്ലയിൻ കാതിലായി കാറ്റൊരു പാട്ടൊന്നു മൂളുമ്പോൾ ലബനോന്റെ കാരകിൽ ചില്ലയിൻ കാതിലായി കാറ്റൊരു പാട്ടൊന്നു മൂളുമ്പോൾ ആ പാട്ടിൻ തലോടലിൽ താരാട്ടിൽ രാജരാജസുതൻ മിഴി കൂട്ടുമ്പോൾ ഏതോ കിനാവില താർമിഴിപ്പീലികൾ ഇളകീളം ചുണ്ടു വിടരുമ്പോൾ ഉയരങ്ങളിൽ ഉയരുന്നുവല്ലോ നക്ഷത്രപ്പൂക്കൾ പൂക്കുന്ന താഴ്വര ശാന്തമുറങ്ങുമ്പോൾ ബേത്ലേമിൻ നക്ഷത്രപ്പൂക്കൾ പൂക്കുന്ന താഴ്വര ശാന്തമുറങ്ങുമ്പോൾ ഇടയഗാനമലയുമാമേടുകളിൽ ദേവദാരുവിൻ സൗരഭ്യം പടരുമ്പോൾ പൊന്നും മീറയും കുന്തിരിക്കവും ജ്ഞാനികൾ കാഴ്ചയായേകുമ്പോൾ ഉയരങ്ങളിൽ ഉയരുന്നുവല്ലോ മഹത്വഗീതം. Gloria, Gloria, Gloria.
യേശുവിനെ കുറിച്ചാണ് ഫാദർ സിറിയക്കോട്ടയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ദർശനം നൽകുവാൻ ഹൃദയങ്ങൾ കീഴടക്കിടാൻ താഴേക്കിറങ്ങിയേശു, താഴേക്കിറങ്ങിയേശു. ദർശനം നൽകുവാൻ ഹൃദയങ്ങൾ കീഴടക്കിടാൻ താഴേക്കിറങ്ങിയേശു, താഴേക്കിറങ്ങിയേശു. ഇന്ന് വിവിധങ്ങളായ ജലസ്രോതസ്സുകളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ ജലസ്രോതസ്സുകളുണ്ട്. നദികളിൽ നിന്നും കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നുമൊക്കെ നമുക്ക് വെള്ളം ലഭിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് അവരുപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ അവരുപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറെയും വെള്ളത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ ആശ്രയിച്ചിരുന്നതും ഇന്ന് ആശ്രയിക്കുന്നതും കിണറുകളെയാണ്. കിണറുകൾ എന്നും നമുക്ക് അത്ഭുതം തരുന്നവയാണ്. എത്രയോ നേരം നമ്മുടെ വീടിനടുത്തുള്ള ആഴമുള്ള കിണറിലേക്ക് നാം നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ആഴമുള്ള കിണറുകൾക്ക് ഒരു കഥയുണ്ട്. അധ്വാനത്തിൻ്റെ, താഴ്മയുടെ ഒരു കഥ. നമ്മുടെ നാട്ടിലൊക്കെ കിണറുകൾ കുഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കിണറിന് സ്ഥാനം കണ്ടിട്ടാണ് കിണർ കുഴിക്കാൻ ആരംഭിക്കുന്നത്. ചിലപ്പോൾ 8, 10, 15 അരഞ്ഞാണം കുഴിച്ചു കഴിയുമ്പോൾ വെള്ളം കാണുന്നില്ല എന്ന ചിന്ത വന്നാൽ അത് മൂടിക്കളയാം. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. വെള്ളം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ പിന്നെയും താഴ്ചയിലേക്ക് കുഴിക്കും. അവസാനം വലിയ ഉറവയിലേക്കായിരിക്കും അങ്ങനെയുള്ള ആളുകൾ ചെന്നെത്തുന്നത്. അത്തരത്തിൽ പഴമക്കാർ കുഴിച്ച ആഴമുള്ള കുഴികൾ ഒത്തിരിയേറെ നമ്മുടെ നാട്ടിലുണ്ട്. ആ കിണറുകളൊക്കെ ഇന്നും നമുക്ക് ശുദ്ധജലം സമ്മാനിക്കുന്നുണ്ട്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ആഴത്തിലേക്ക് അഥവാ എത്രമാത്രം താഴ്ചയിലേക്ക് ചെല്ലുന്നുവോ അത്രമാത്രം ജലത്തിൻ്റെ ഉറവ കണ്ടെത്താൻ സാധിക്കുന്നു. നാം ക്രിസ്മസ് നാളിലാണ്. യഥാർത്ഥത്തിൽ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ചിന്തയും ഇതുതന്നെയാണ്. ഒരു ദൈവം താഴേക്ക് ഇറങ്ങിയതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. ദൈവം താഴേക്ക് ഇറങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ കണ്ടെത്താനാണ്. മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അവൻ താഴ്ചയിലേക്ക് പോയവനാണ്. ഈ താഴ്ചയിലേക്ക് പോയ മനുഷ്യനെ ദൈവം തൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കണ്ടെത്താൻ ആഗ്രഹിച്ചപ്പോൾ അവിടുന്ന് ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്നു.
അപ്രകാരം താഴേക്ക് വന്നപ്പോൾ ദൈവം മനുഷ്യനെ കണ്ടെത്തി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ടതാണ്. ദൈവമായ ക്രിസ്തു താഴേക്ക് ഇറങ്ങിയപ്പോൾ താഴേക്ക് അധപ്പതിച്ച മനുഷ്യനെ കണ്ടെത്തി എന്ന് മാത്രമല്ല, അവൻ്റെ ഹൃദയവും അവിടുന്ന് കീഴ്പ്പെടുത്തി. ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാവേണ്ട വിചാരവും ഇത് തന്നെയാണ്. നാമൊക്കെ ചിന്തിക്കുന്നു നാമൊക്കെ ഉയരത്തിലാണെന്ന്. ഓരോരുത്തരും അങ്ങനെ സങ്കല്പിച്ച് വച്ചിരിക്കുന്ന ഉയരങ്ങളുണ്ട്. ഈ ഉയരങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് മനുഷ്യനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ താഴേക്കിറങ്ങാൻ ഇടയായാൽ മാത്രമേ മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ നമുക്ക് സാധിക്കും. ഓർമ്മ വരുന്നത് ഒരു ധനികന്റെ കഥയാണ്. അദ്ദേഹം ധനവാൻ ആണ് എന്ന് മാത്രമല്ല, ഭക്തനുമാണ്. ഈ ഭക്തനായ മനുഷ്യന് ഈശ്വരനെ കാണണം, ദൈവത്തെ കാണണം എന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുമായിരുന്നു. പള്ളികളിലൊക്കെ പോയി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, വേദഗ്രന്ഥം വായിക്കുമായിരുന്നു. ഭക്താഭ്യാസങ്ങളിൽ അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടായിരുന്നു. ഒരു ക്രിസ്മസ് നാളിൽ അദ്ദേഹം ആഗ്രഹിച്ചു ചുറ്റുവട്ടമുള്ള ആളുകളെയൊക്കെ കൂട്ടി ഒരു സദ്യ ക്രമീകരിക്കാം. അങ്ങനെ അദ്ദേഹം വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. അതിനായി വിളിക്കേണ്ടുന്ന ആളുകളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി. അദ്ദേഹം 100 കണക്കിന് ആളുകളെയൊക്കെ വിളിച്ചു. പക്ഷെ അദ്ദേഹം വിളിച്ചത് തൻ്റെ തരക്കാരെയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞു, എല്ലാവരും സന്തോഷത്തോടെ തിരിച്ചുപോയി. പക്ഷേ ഈ ധനവാന്റെ വീടിന് ഏറ്റവും അടുത്തായി ഒരു ദരിദ്ര കുടുംബം ഉണ്ടായിരുന്നു, ഒരു കർഷക കുടുംബം. ആ ദരിദ്ര കുടുംബത്തിൽ മക്കൾ 5 പേരാണ്, അപ്പനും അമ്മയുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബമാണ്. ഈ കുടുംബത്തെ ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ഇദ്ദേഹം വിളിച്ചിരുന്നില്ല. ആഘോഷമൊക്കെ കഴിഞ്ഞ് ധനികൻ അന്ന് കിടന്നുറങ്ങി. രാത്രിയിൽ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ ഈ ധനികനോട് ചോദിച്ചു, താങ്കൾക്ക് ദൈവത്തെ കാണണോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണണം. മാലാഖ പറഞ്ഞു, താങ്കളുടെ വീടിനടുത്തുള്ള ഒരു ഭവനത്തിൽ ദൈവമുണ്ട്. അദ്ദേഹത്തിന് അത്ഭുതമായി. ആ വീടൊന്ന് കാണിച്ചു തരാമോ എന്ന് ധനികൻ മാലാഖയോട് ചോദിച്ചു. മാലാഖ പെട്ടെന്ന് ആ വീട് കാണിച്ച് കൊടുത്തു. ആ വീട് മറ്റൊന്നായിരുന്നില്ല, ഇയാളുടെ അയൽവക്കത്തുള്ള ദരിദ്രന്റെ വീടായിരുന്നു. അദ്ദേഹം പിറ്റേന്ന് ഉണർന്നു. അതിരാവിലെ തന്നെ കുറെ പണമെടുത്ത്, കുറെ വീട്ടു സാധനങ്ങളെടുത്ത് ഈ ദരിദ്രന്റെ വീട്ടിലേക്ക് ചെന്നു. വലിയ സന്തോഷത്തോടെ ധനികനായ ഈ അയൽപക്കക്കാരനെ ദരിദ്രൻ സ്വാഗതം ചെയ്തു. വലിയ സന്തോഷത്തോടെ താൻ തൻ്റെ കയ്യിൽ കരുതിയ പണവും സാധനങ്ങളുമൊക്കെ ഈ സമ്പന്നൻ അയാളെ ഏൽപ്പിച്ചു. വലിയ സന്തോഷത്തോടെയാണ്, വലിയ ദൈവാനുഭവത്തോടെയാണ് അന്ന് ഈ ധനികൻ തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോയത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാം ആയിരിക്കുന്ന മുകൾ തട്ടിൽ നിന്ന് താഴേക്കിറങ്ങാൻ
മനസ്സുണ്ടാകണം. തീർച്ചയായും അത്തരത്തിൽ നാം താഴേക്കിറങ്ങുമ്പോൾ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നാം ആരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുവോ അവരുടെ ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയും. ദൈവമായ യേശു അങ്ങനെയായിരുന്നു. താഴേക്ക് അധപ്പതിച്ച മനുഷ്യനെ അവിടുന്ന് കണ്ടെത്തുക മാത്രമല്ല, അവിടുന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ ചെയ്തത്, പിന്നെയോ ആ മനുഷ്യൻ്റെ ഹൃദയത്തെ അവൻ കീഴടക്കി. നാം കുടുംബത്തിലും സമൂഹത്തിലും വിവിധ സ്ഥാനങ്ങളിൽ തുറകളിലായിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അധികാരമുണ്ട്, അവകാശങ്ങളുണ്ട്. പക്ഷേ അവയൊക്കെ വിസ്മരിച്ച് നാം നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളിലേക്ക് താഴ്ന്നിറങ്ങാൻ തയ്യാറായാൽ ഉറപ്പാണ് അവരുടെ ഹൃദയങ്ങളെയൊക്കെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. നാം എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു രൂപമാണല്ലോ മദർ തെരേസായുടേത്. അതുപോലെ തന്നെ വിശുദ്ധ ജോൺ പോൾ പാപ്പായുടേത്. ഇവരെ രണ്ടുപേരെ കുറിച്ചും ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, രണ്ടുപേരും താഴേക്കിറങ്ങിയവരാണ്. താഴേക്കിറങ്ങിയപ്പോൾ ആ മനുഷ്യരിലൂടെ ദൈവദർശനം അവർക്ക് കിട്ടിയെന്ന് മാത്രമല്ല, ആ മനുഷ്യരുടെയൊക്കെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ, ഭാര്യയാവട്ടെ ഭർത്താവാകട്ടെ, മകനാകട്ടെ മകളാവട്ടെ, അധ്യാപകനാകട്ടെ ഉദ്യോഗസ്ഥനാവട്ടെ, വ്യവസായി ആവട്ടെ കൃഷിക്കാരനാവട്ടെ, ആരായാലും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയിലൂടെ ദൈവദർശനം ലഭിക്കാൻ, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ കീഴടക്കാൻ, അവരുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴേക്കിറങ്ങാൻ സന്നദ്ധതയുണ്ടാവണം. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുണ്ട്. ഇതുപോലെ തന്നെയാണ് നാം കടലിൻ്റെ താഴ്ചയിലേക്ക്, അഗാധതയിലേക്ക് ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്ന അനുഭവം. കടലിൻ്റെ മേൽപ്പരപ്പിൽ നിന്നാൽ നമുക്ക് ഈ കടലിനുള്ളിലെ വിലയേറിയ സുന്ദരമായ നിധികൾ കണ്ടെത്താനാവില്ല. പവിഴവും മുത്തുകളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ആഴക്കടലിലേക്ക് ചെല്ലുമ്പോഴാണ്. എത്രമാത്രം നമുക്ക് മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് താഴേക്കിറങ്ങാൻ പറ്റുന്നുവോ അത്രമാത്രം മനുഷ്യൻ്റെ ഹൃദയത്തെ കീഴടക്കാനാവും. ഇത്തരത്തിൽ മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുന്ന വ്യക്തികളാണ് കുടുംബജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും വിജയിക്കുന്നത്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിവിധ അഭിപ്രായങ്ങളുണ്ട്. സമൂഹത്തിൽ അംഗീകൃതരായിട്ടുള്ള പൊതുപ്രവർത്തകരാരാണ്? ആരാണോ താഴേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അവർക്കാണ് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കാനും സ്വാധീനിക്കാനും സാധിക്കുന്നത്. വീണ്ടും ഓർമ്മിക്കുന്നത് ഒരു ഡോക്ടറുടെ കഥയാണ്. ആ ഡോക്ടർ അറിയപ്പെടുന്ന വൈദ്യശാസ്ത്രജ്ഞനാണ്. ഗ്രാമപ്രദേശത്ത് താമസിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം വീട് വെച്ചത് ഒരു ഗ്രാമപ്രദേശത്താണ്. അതിൻ്റെ പിന്നിൽ മറ്റൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്തൊരു സ്ഥലമാണ് ഗ്രാമപ്രദേശം. അദ്ദേഹം അങ്ങനെ വർഷങ്ങളോളം താമസിച്ചു. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയും 2 ആൺമക്കളും പിറന്നു. അവരെല്ലാം നന്നായിട്ട് പഠിച്ചു. അവർ പ്രായപൂർത്തിയായി. പെണ്ണിൻ്റെ വിവാഹം കഴിഞ്ഞു. ആൺമക്കൾ 2 പേരും കല്യാണം കഴിഞ്ഞു. പെൺകുട്ടി ഭർത്താവിനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയി കുടുംബമായിട്ട് കഴിയുന്നു. ആൺമക്കൾ 2 പേരും വിദേശത്താണ്. 2 പേരും ഡോക്ടർമാർ, ഭാര്യമാരും ഡോക്ടർമാർ. ഈ ഡോക്ടറിന് പ്രായമായി. ഇയാൾ ഈ ഗ്രാമപ്രദേശത്ത് താമസിച്ചിരുന്നെങ്കിൽ പോലും ചുറ്റുപാടുമുള്ള ഗ്രാമവാസികളോട്, അയൽപക്കക്കാരോട് ഒട്ടുമേ തന്നെ ബന്ധമില്ലായിരുന്നു.
ഒരു ദിവസം ഇദ്ദേഹം കലശലായ അസുഖത്തിലേക്ക് വരികയാണ്. ഹാർട്ട് അറ്റാക്ക്. ഡോക്ടറിൻ്റെ ഭാര്യ മാത്രമേ അവിടെയുള്ളൂ. പെട്ടെന്ന് വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മറ്റുള്ളവരുടെ സഹായം തേടി. ചിലരൊക്കെ അദ്ദേഹത്തെ സഹായിക്കാൻ സന്നദ്ധരായി. പെട്ടെന്ന് വന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കുറേ ദിവസം കഴിഞ്ഞിട്ട് അസുഖമൊക്കെ ഭേദമായി ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം, തൻ്റെ ഭാര്യയോടൊത്ത് ഈ അയൽപക്കത്തെ വീടുകളിലേക്കൊക്കെ ഒന്ന് പോവുക. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യരെ ഒന്നും സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇവരോടൊക്കെ ഇടപെട്ടാൽ തനിക്കെന്തോ കുറവുണ്ടാകുമെന്നുള്ള വിചാരമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അയാൾ അത്തരത്തിൽ ഈ അയൽപക്കങ്ങളിലെ സാധാരണ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ വലിയ സ്വർഗീയ അനുഭവം അദ്ദേഹത്തിന് കിട്ടിയെന്ന് മാത്രമല്ല, അന്ന് തൊട്ട് ആ അയൽവാസികളെല്ലാം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി മാറി. തനിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള വിചാരം ആ ഡോക്ടറിനും ഭാര്യയ്ക്കും അന്ന് മുതലുണ്ടായി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ക്രിസ്മസിൻ്റെ നാളിൽ നമുക്ക് ഈ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ആഴപ്പെടുത്തുന്നതിന് ശ്രദ്ധിക്കാം. നാം എത്രമാത്രം താഴേക്കിറങ്ങുന്നുവോ അത്രമാത്രം നമുക്ക് മനുഷ്യരിലൂടെ ഈശ്വരാനുഭവം, ഈശ്വര ദർശനം കിട്ടും. നാം എത്രമാത്രം താഴേക്ക് ഇറങ്ങുന്നുവോ അത്രമാത്രം നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ ജീവിതം ആകർഷകമാകുക, സുന്ദരമാകുക. ക്രിസ്മസിൻ്റെ ആശംസകൾ എല്ലാവർക്കും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു. സുന്ദരരാവിൽ യേശു പിറന്നു, ഇടയന്മാരുടെ ഇടയൻ. ഇരുളിൻ മറവിൽ ശോഭ പരത്താൻ വന്നു ആ നല്ലിടയൻ. സുന്ദരരാവിൽ യേശു പിറന്നു, ഇടയന്മാരുടെ ഇടയൻ. ഇരുളിൻ മറവിൽ ശോഭ പരത്താൻ വന്നു ആ നല്ലിടയൻ. ക്രിസ്മസ് ഗിഫ്റ്റുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന മനോഹരമായ ഒരു ഗാനത്തിൻ്റെ ഈരടിയുണ്ടല്ലോ. അതുപോലെ സ്നേഹം കൊണ്ട് മാത്രം ജീവൻ വയ്ക്കുന്ന, ഉണരുന്ന, പ്രവർത്തനക്ഷമമാകുന്ന ഒന്നുണ്ട് ഭൂമിയിൽ. അതാണ് മനുഷ്യൻ്റെ മനസ്സ്. ഒരമ്മ തൻ്റെ മകന് നൽകിയ ക്രിസ്തുമസ് സമ്മാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. Hi Chris, it's Mum. Merry Christmas, Poppet. Another year has passed. I wanted to start this one by saying something I haven't said yet, which is
Thank you. Thank you for taking the time to remember me. After all these years. I can't believe you're going to be 30 soon. I wish I could be there to see how you've grown, to see what kind of man you've become. I know I would be so proud of you. So this is it, my last tape. I wish I could keep talking to you every Christmas, but it's time to say goodbye. Just remember how much I love you. Never forget that, okay? I will always be your mum. Before I go, let me tell you a story about the happiest day of my life. The day you were born. ഓരോ ക്രിസ്മസിനും അമ്മ അവൻ അയച്ചിരുന്നത് സ്നേഹമായിരുന്നു. സ്നേഹം മുഴുവൻ ആവാഹിച്ച വാക്കുകളും അമ്മയുടെ സ്വരവുമായിരുന്നു. ഈ ക്രിസ്മസിന് അമ്മ അവനോടൊപ്പമില്ല, എങ്കിലും അമ്മയുടെ സ്വരവും സ്നേഹത്തിൻ്റെ ഓർമ്മകളും അവനോടൊപ്പം ഇന്നും ജീവിക്കുന്നുണ്ട്. ക്രിസ്മസ് ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്. സ്നേഹത്തിൻ്റെ കൽപ്പനയുമായി സ്നേഹം തന്നെയായവൻ ഭൂജാതനായതിൻ്റെ ഓർമ്മ. ക്രമരാഹിത്യങ്ങളും അധർമ്മവും സർവ്വതിന്മകളും ഉടലെടുക്കുന്നത് സ്നേഹം മരിക്കുന്നിടത്താണ്. അതുകൊണ്ടാണ് രോഗാതുരമായ ഭൂമിക്കും മനസ്സുകൾക്കും ഔഷധമായി സ്നേഹത്തിൻ്റെ കൽപ്പന അവൻ നൽകിയത്, സ്നേഹമായ തന്നെ തന്നെ നൽകിയത്. സ്നേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ നമ്മൾ മറന്നു പോകരുത് സ്നേഹം സമ്മാനമായി നൽകാൻ. നമ്മൾ നൽകുന്ന സ്നേഹമാണ് നാളെ അനേകരുടെ മനസ്സിനെ ജീവിപ്പിക്കുന്ന ഓർമ്മകളായി അവരോടൊപ്പം ജീവിക്കാൻ പോകുന്നത്. മാനവകുലത്തെ മുഴുവൻ നേടാൻ സ്വപുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയച്ച ആ നല്ല പിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ആഘോഷമാണ് ഓരോ ക്രിസ്മസും. ദരിദ്രനായി പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നിറവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിലാവു പെയ്യും നിശീതിനിൽ നീഹാരം പൊഴിയുന്ന ശീതരാവിൽ, നിലാവു പെയ്യും നിശീതിനിൽ നീഹാരം പൊഴിയുന്ന ശീതരാവിൽ, ബേത്ലഹേമിൻ്റെ ആകാശവീഥിയിൽ ആരെയ താരകം നോക്കി നിന്നു, മതിവര കണ്ണിമയ്ക്കാതെ നിന്നു. നിലാവു പെയ്യും